സുഹൃത്തുക്കളെ നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തയലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിലൂടെ ക്രിയേറ്റീവ് സൈഡിലുള്ള ഒരുപാട് ഡിസ്കഷൻസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് ക്രിയേറ്റീവ് സ്ലംപ്? നമ്മൾ ഇതിനൊരു വിശദീകരണം പറയുന്നതിന് മുമ്പ് നമ്മളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പുതിയ ഡയറക്ടർ ഭയങ്കര ആഘോഷമായി വരും, ഭയങ്കര ഒരു സൂപ്പർ ഹിറ്റ് ഒരു സിനിമ എടുക്കും, പിന്നെ അങ്ങേരെ ഏത് വഴി പോയി എന്നുള്ളത് പിന്നെ പുള്ളിക്കാരൻ ചിലപ്പോൾ 10-25 സിനിമകൾ അതിന് ശേഷം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒരെണ്ണം പോലും സക്സസ് ആയിട്ടുണ്ടാവില്ല. അതേപോലെ ചില സമയത്ത് നമ്മൾ കൂടെയുള്ള നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കാര്യം, നല്ല നല്ല വെഡ്ഡിങ് ഫോട്ടോ, സിനിമ ലൊക്കേഷൻ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആദ്യമൊക്കെ എടുക്കുന്ന ഫോട്ടോ സൂപ്പറായിരിക്കും, പിന്നെ അവരത് പതുക്കെ അങ്ങോട്ട്, അതായത് ഒരു വർക്കിൽ ഒരു പുതിയതൊന്നും കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? അതായത് ഒരു സംതിങ് ഇന്നൊവേറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ആകർഷണീയമായ കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ അവർ പണ്ട് കാണിച്ചതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ ഡെയിലി നമ്മൾ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ചകൾ നമുക്കും ബോറടിപ്പിക്കും അല്ലേ? അവിടെ എന്തെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ദിവസം ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം എന്നതൊക്കെ പൊളിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സംതിങ് ഒരു നമ്മളൊന്ന് ശ്രദ്ധിക്കും അങ്ങോട്ടല്ലേ. അതേപോലെ തന്നെയാണ് ക്രിയേറ്റീവ് സൈഡിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഇന്നൊവേറ്റീവായിട്ടുള്ള പുതുമയുള്ള കാര്യങ്ങൾ എപ്പോഴും ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ക്രിയേറ്റീവ് സ്ലംപ് എന്ന ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പോകും. ക്രിയേറ്റീവ് സ്ലംപ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആളിന് മുന്നോട്ട് പോകുന്തോറും അദ്ദേഹം ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്താം. ഒന്നുകൂടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഫോട്ടോസ് എപ്പോഴും ക്രിയേറ്റീവായ നല്ല ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ആളിന് കുറച്ച് നാൾ കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ കളക്ഷൻസ്, അദ്ദേഹത്തിന് പുതിയതായിട്ട് ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക. പഴയ ആശയങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ വരുന്നതിനെയാണ് ക്രിയേറ്റീവ് സ്ലംപ്, അല്ലെങ്കിൽ പുതുമ കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക്. അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ ആശയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു പോകുന്നു. അപ്പം ഒരു പഴയ കുറേ വർക്കുകളുടെ പേരിൽ അദ്ദേഹം വളരെ പ്രശസ്തനാണ്, പക്ഷെ പുതുതായി വരുന്ന വർക്കുകളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ അത് വലിയ ഒരു പുതുമ കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ വരുന്ന ഒരാൾക്ക് പതുക്കെ ആൾക്കാരുടെ ശ്രദ്ധ അയാളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും പതുക്കെ ഫീൽഡ് ഔട്ട് ആവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് പോവുക. ക്രിയേറ്റീവ് സ്ലംപ് ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സാച്ചുറേഷൻ പോലെ പല കാര്യങ്ങളും പുതിയതായി ചെയ്ത് വന്ന ഒരാൾ പിന്നീട് പുതുമയായി ഒന്നും ചെയ്യാനില്ലാതെ വരുന്ന ഒരു മൊമെൻറ്റ് ഫോട്ടോഗ്രാഫിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുക. കാരണം വെഡ്ഡിങ് ചെയ്യുന്നവർ പല പോസുകൾ പലതും ശ്രമിച്ച് പലതും ട്രൈ ചെയ്ത് അവസാനം എന്താ പറയുക, സെമി നെയ്ക്കഡ് ആയിട്ടുള്ള ഫോട്ടോസ് വരെ ആൾക്കാർ പരീക്ഷിച്ച് തുടങ്ങിയിരുന്ന ഒരു കാലത്ത്, കൊറോണയ്ക്ക് മുമ്പ് വരെ. അപ്പോൾ ആ ഒരു സമയത്താണ് കൊറോണയൊക്കെ വന്ന് വെൽഡിങ് ഫീൽഡിലൊക്കെ വീണ്ടും വർക്കൊന്നും ഇല്ലാതെ വളരെ സ്ലോ ആയി വീണ്ടും തിരിച്ചു വന്നപ്പോൾ കുറേയൊക്കെ പുതിയ കാര്യങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് വർക്കിൽ കൊണ്ടുവരുന്നുണ്ട്. എങ്കിൽ കൂടി ഈ ചെയ്യുന്ന വർക്കിൽ കുറച്ച് കഴിയുമ്പം അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിലെത്തും. അതായത് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല, മറ്റേയാൾ ചെയ്തത് തന്നെ ഞാൻ ചെയ്തത് വേറൊരുത്തും ചെയ്യും, അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥ. അതിനെയാണ് ശരിക്കും ക്രിയേറ്റീവ് സ്ലംപ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ വന്നെത്തുക എന്നുള്ളത്, ഒന്ന് ഫീൽഡിൽ നല്ല കോമ്പറ്റീഷൻ വരുമ്പോൾ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഒരു മേഖലയിൽ ഒരു വർക്കിന് 5 ഫോട്ടോഗ്രാഫേഴ്സ് മത്സരിക്കുന്ന ഒരവസ്ഥയിൽ ക്രിയേറ്റീവ് സ്ലംപ് വരും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആശയങ്ങൾ പുതുതായി ക്രിയേറ്റ് ചെയ്യുമ്പം ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്തായാലും ക്രിയേറ്റിവിറ്റിക്ക് ഒരു പരിധിയൊന്നുമില്ല. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളം പോലെയാണ്. അത് പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളെ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിധി ഉണ്ടാവും, അദ്ദേഹത്തിന് പുതിയ ആശയങ്ങൾ കണ്ടെത്തും. ഒന്ന് പ്രധാനമായിട്ടും പ്രായം കൂടുന്തോറും അദ്ദേഹത്തിന് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാകുമ്പോൾ ക്രിയേറ്റീവ് സൈഡിൽ ആലോചിക്കാൻ, പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള ഒരു പ്രശ്നം വരും. രണ്ടാമത്തേത് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വർക്ക് കുറയുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രഷർ വരുമ്പോൾ ക്രിയേറ്റീവായി ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. പിന്നെ ഒരുപാട് ജോലിക്കാരുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ക്രിയേറ്റീവ് ക്രൂസ് കുറേ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഇത്തരം ആശയങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ മനസ്സിൽ ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് ചിന്തിക്കേണ്ട സമയത്ത് അവർ ചെയ്യുന്നുണ്ടാവുക മറ്റു പല ടെൻഷൻ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ക്രിയേറ്റീവ് സ്ലംപ് എന്ന ഈ ഒരു പ്രതിഭാസം വന്നെത്തും.
അപ്പോൾ അതെല്ലാ മേഖലയിലുണ്ട്. ചിത്രം വരക്കുന്നതിലായാലും, അല്ലെങ്കിൽ മോഡലിങ്ങിലായാലും, ഫാഷൻ ഡിസൈനിങ്ങിലായാലും, ഗ്രാഫിക് ഡിസൈനിങ്ങിൽ പോലും ഈ ക്രിയേറ്റീവ് സ്ലംപ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വന്ന് എത്തിപ്പെടും. അത് എല്ലാ ഭാഗത്തും ഉള്ളതാണ്. പക്ഷേ ഒരാൾക്ക് ക്രിയേറ്റീവ് സ്ലംപ് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളുടെ ക്രിയേറ്റീവ് സൈഡിൽ അയാളുടെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, പിന്നീട് വരുന്ന ഒരു ഫോട്ടോഗ്രാഫർ അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ആൾ എവിടെ സ്റ്റോപ്പായോ അവിടെ വെച്ചാണ് അടുത്ത ആളുടെ ക്രിയേറ്റിവിറ്റി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി എന്നതിന് ഒരു പരിധിയില്ല, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. പക്ഷേ വ്യക്തികൾക്ക് ക്രിയേറ്റീവ് സ്ലംപ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ബ്ലോക്ക്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് സാച്ചുറേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നല്ല ആശയങ്ങൾ കിട്ടുമ്പോൾ പരമാവധി, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ പരമാവധി അവർക്ക് എത്താൻ പറ്റുന്ന ഉയരങ്ങൾ ആ സമയത്ത് തന്നെ കീഴടക്കുക. ഒരു ഫോട്ടോഗ്രാഫ് നല്ലതായി കഴിഞ്ഞാൽ അടുത്തതും അതിനേക്കാൾ മികച്ചതാക്കിയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. എപ്പോഴും പുതുമകൾ പരീക്ഷിക്കാൻ തയ്യാറാവുക. ഒരിക്കലും ഒരേ സംഭവങ്ങൾ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ആവർത്തിക്കാതിരിക്കുക. അതായത് നിങ്ങൾ ഒരു വെഡ്ഡിങ് പോസ് 3 വെഡ്ഡിങ്സിൽ പരീക്ഷിച്ച ഒരു പോസ് പിന്നീട് കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്തുക. പിന്നെ അത് എടുത്ത് പെട്ടെന്ന് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ആൾക്കാർ പറയും ഇദ്ദേഹത്തിന് ക്രിയേറ്റീവ് സ്ലംപായി, ഇദ്ദേഹത്തിന് പുതിയതൊന്നും കിട്ടാനില്ല എന്നുള്ളൊരു സംഭവം പറയും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള ക്രിയേറ്റീവായ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വെഡ്ഡിംഗ് ആണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, എല്ലാം കൊണ്ടുപോയി അതിനകത്ത് തന്നെ അങ്ങ് ചിലവഴിച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു 10-15 ആശയങ്ങൾ ഒറ്റ വെഡ്ഡിങ്ങിന് അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അടുത്ത വെഡ്ഡിങ്ങിനാകുമ്പോൾ നിങ്ങൾ വീണ്ടും 15 പുതിയ ആശയങ്ങൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഒരു വെഡ്ഡിങ്ങിൽ ഒരു 15 ആശയങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലൊരു 5-4 മാത്രം ഒരു വെഡ്ഡിങ്ങിൽ ഉപയോഗിക്കുക. എന്നിട്ട് ബാക്കി അടുത്തതിലേക്കായി നീക്കി വയ്ക്കുക. എപ്പോഴും ക്രിയേറ്റീവ് സൈഡിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നല്ല ചിത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങളെടുത്ത ചിത്രങ്ങൾ പോലെ അവരെടുക്കാൻ തുടങ്ങും. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും അവരുടെ മുന്നിൽ തന്നെ പോയിക്കൊണ്ടിരിക്കാം. കാരണം അടുത്ത ചിത്രം നിങ്ങൾ എങ്ങനത്താണോ എടുക്കുന്നത് ആ രീതിയിലായിരിക്കും അവർക്ക് എടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് എപ്പോഴായാലും ഈ ഫോളോവേഴ്സിന് എപ്പോഴുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, അവർക്ക് ക്രിയേറ്റീവായി ചിന്തിക്കാൻ, ഒരു ലീഡറായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. മറ്റൊരാളെ കോപ്പി അടിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്തു എന്ന് നോക്കാനേ സാധിക്കുള്ളൂ. അല്ലാതെ അയാൾ ചെയ്തതിനേക്കാളും മികച്ചതായിട്ട് ചെയ്യണം എന്ന ധാരണയിൽ പുതിയ ആശയങ്ങൾ ചിന്തിച്ചെടുക്കുമ്പോൾ അവർക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റില്ല. പുതിയ ആശയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അത് വർക്കൗട്ട് ആകുമോ എന്ന കാര്യത്തിൽ പോലും അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ കോപ്പി അടിക്കുന്നവർ കോപ്പി അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ലീഡ് ചെയ്യുന്നവർ, ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്കാർ മുന്നിൽ പുതിയ ആശയങ്ങൾ കണ്ടെത്തി അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോളോവേഴ്സ് അത് കോപ്പി അടിച്ച് അതിൻ്റെ പോലെ, അല്ലെങ്കിൽ അതിൽ നിന്ന് കോപ്പി അടി എന്ന വാക്ക് ക്രിയേറ്റീവ് സൈഡിൽ ഉപയോഗിക്കാറില്ല. അതിന് പകരം ചെയ്യുന്നതാണ് ഇൻസ്പയർഡ് ആയിട്ട്, അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് പുതിയ അതേപോലെയുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ആരെയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അയാൾ ഒരു ക്രിയേറ്റീവ് സ്ലംപ് ആയിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ക്രിയേറ്റിവിറ്റി സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്തു പോകുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. അവരൊക്കെ കൂടി പ്രശ്നത്തില്ല, അവർക്ക് പുതിയ ആശയങ്ങൾ ഇല്ലാതെ വരും. അപ്പോൾ അവർ പുതിയ ഫോട്ടോഗ്രാഫർ, വേറെ ആരെങ്കിലും നന്നായിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇമേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പഴയ ആ ഒരു ലീഡർ അദ്ദേഹം പതുക്കെ ചിത്രത്തിൽ ഇല്ലാതെ മങ്ങിപ്പോവും. അദ്ദേഹത്തിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോകും. ഇതാണ് ക്രിയേറ്റീവ് സ്ലംപിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിൽ മെയിനായിട്ട് 2 ടൈപ്പ് ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളത്. ഒന്ന് ലീഡിങ് ഫോട്ടോഗ്രാഫേഴ്സും, മറ്റൊന്ന് ഫോളോവേഴ്സും. അതായത് ലീഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെപ്പോഴും മുന്നിൽ നിന്നിട്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവരും. മുന്നിൽ നിന്നിട്ട് പല കാര്യങ്ങളും അവരാദ്യം ചെയ്യും. അത് കണ്ടിട്ട് അവരെ പിന്തുടർന്ന് പോകുന്ന കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെപ്പോഴും ഇയാൾ എന്താണ് ചെയ്തത് അത് ഏകദേശം അതിൽ നിന്ന് ആശയങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ട് എന്തൊക്കെയോ ഇവരും ചെയ്ത് അങ്ങ് പോകും. അതാണ് എപ്പോഴുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ലീഡിങ് ആയിട്ടുള്ള മുന്നിൽ നിന്ന് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന ഫോട്ടോഗ്രാഫർ ആകാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇൻസ്പയർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇൻസ്പയർ ചെയ്താലും അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം വേറൊരാളിൽ നിന്ന് ആശയം കടം കൊണ്ടാലും നമ്മളുടേതായ കൂടുതൽ ആശയങ്ങളും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പതുക്കെ ഏറ്റവും മുന്നിൽ നിന്നിട്ട് നയിക്കാൻ സാധിക്കും. ഒരു 1-2 ചിത്രങ്ങൾ, ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള 1-2 ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ വൺസ് നിങ്ങളുടെ ഒരുപാട് ചിത്രങ്ങൾ ക്രിയേറ്റീവായിട്ട് പുതിയ ആശയങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ
പിന്നീട് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒന്നും കിട്ടില്ല. അത് ഞാൻ ഓൾറെഡി എടുത്തതാണല്ലോ, ഈ ഐഡിയ എങ്ങനെയാണ്, അത് ഞാൻ എടുത്തതാണല്ലോ, ഇങ്ങനെ ഒരുപാട് ടെൻഷനിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ ക്രിയേറ്റീവ് സ്ലംപ് എന്ന് പറയുന്നത്. ആ അവസ്ഥ ഒഴിവാക്കാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തി വയ്ക്കുക. പക്ഷേ ആ ആശയങ്ങളെല്ലാം തന്നെ ഒറ്റ സമയത്തെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കരുത്. ഓരോ സമയത്ത് പതുക്കെ മാത്രം ഉപയോഗിക്കുക. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.